ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അമ്മ എവിടെ? അമ്മ എവിടെ? എന്റെ അമ്മയോട് എനിക്ക് ഭക്ഷണം തരാൻ പറ. എന്നിട്ട് എനിക്ക് വിഗ്രഹം പെയിന്റ് ചെയ്യണം. നാളെ കച്ചവടത്തിന് പോണം. അമ്മ എവിടെ? ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. ഇത് കഴിപ്പിക്കണം കേട്ടല്ലോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ശരി. അയ്യോ എടി, ഗുളികകൾ കഴിച്ചോളാനാ പറഞ്ഞത്. അതിനെന്താ മുത്തശ്ശി? കാശ് ചെലവാക്കുന്ന അവനല്ലേ ആ ഗൗതം. കുറച്ചങ്ങ് ചെലവാക്കട്ടെ. അച്ഛനെ രക്ഷിക്കാനുള്ളതല്ലേ മോൻ. ഒരസുഖമില്ലാത്ത ഞാൻ എന്തിനാ അവൻ തരുന്ന മരുന്ന് വാങ്ങി കഴിക്കുന്ന? മോളെ, ഈ കേസും കോടതിയും ഒക്കെ കഴിഞ്ഞിട്ടേ കണിമംഗലത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാ മുത്തശ്ശി. ഞാൻ ഇവിടെ വെറുതെ കിടക്കാന്ന് വിചാരിച്ചോ? എന്റെ വരുണിനെ ആഗ്രഹിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. എന്റെ വരുണിന്റെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അവൾ അതൊക്കെ മറികടന്നു. ഇപ്പൊ അവൾ വരുണിന്റെ കൂടെ വരുണിന്റെ ബെഡ്റൂമിൽ എന്റെ സ്ഥാനത്ത് കിടക്കുക. അങ്ങനെ ഒരുത്തിയോട് ഞാൻ ക്ഷമിച്ചാ പിന്നെ എന്റെ ജന്മത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ മുത്തശ്ശി? പ്രിയങ്കയ്ക്ക് ബുദ്ധി തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും രാധികയോടുള്ള പക അതുപോലെ തന്നെ ഉണ്ടാവും. കൊല്ലും മുത്തശ്ശി. അവളെ ഞാൻ കൊന്നിരിക്കും. ഇത് മതി. ഈ ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് പോകാതെ നിന്നാൽ മുത്തശ്ശി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അനാഥയായിട്ട് വന്ന് ആറ്റുവാശ്ശേരി കയ്യേറി അവള്. ഇപ്പൊ കണിമംഗലത്തെ മരുമകളായി സ്വർഗതുല്യം ജീവിക്കുക. അവളെ പിടിച്ചു വലിച്ച് നരകത്തിൽ എത്തിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ജീവിതം വേണ്ടടി. രാധികയ്ക്ക് ആരൊക്കെ സ്നേഹം വെച്ച് നീട്ടിയിട്ടുണ്ടോ അവരൊക്കെ ഇനി കരയാൻ തയ്യാറായിക്കോട്ടെ. പ്രിയങ്ക ഇറങ്ങാൻ പോവാ മുത്തശ്ശി. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട്. Cheers. Cheers. ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹം അടുത്ത മാസം 24-ാം തീയതി. ഭാര്യയ്ക്ക് കുടുംബത്തിനോട് ചില കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. കല്യാണ ചെലവ് മുഴുവൻ അവളങ്ങ് കയറി ഏറ്റെടുത്തു. കൃത്യസമയമായപ്പോ ഒടുക്കത്തെ ഒരു സസ്പെൻഷനും. അതിനെന്താ, സാറ് കുറെയൊക്കെ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ. കൂട്ടി വയ്ക്കാൻ ഒന്നുമില്ലടോ. കൈനീട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള ചെലവുമുണ്ട്. എങ്ങനെയെങ്കിലും സർവീസ് തിരിച്ചു കയറിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകർന്നു പോകും. അതിനെന്താ സാറേ, അടുത്ത ദിവസം പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കിയാല് അച്ഛനും സാറും കുറ്റവിമുക്തരല്ലേ? അവളുണ്ടല്ലോ ആ പെണ്ണ്. അവള് നേരെ ചെവ്വേ കോടതിയിൽ വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവളുടെ കണ്ടീഷൻ ബെറ്റർ ആണ്. അവളുടെ അമ്മയുണ്ടല്ലോ, സുകുമാരി അമ്മ. നമ്മൾ ഇത്രയൊക്കെ സഹായിച്ചതുകൊണ്ട് നമ്മളെ തിരിച്ചു സഹായിച്ചേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തില. ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം അവളുമാർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഈ യൂണിഫോമിൽ നിന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങുമ്പോ ആളുകളുടെ ചുണ്ടിലെ ചില പരിഹാസങ്ങളുണ്ട്. അനാവശ്യമായി ചിലര് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി മുന്നിൽ വരും. അതിപ്പോ ട്രാഫിക്കിലാണെങ്കിൽ ട്രാഫിക്കില്,
ഏതെങ്കിലും പാർക്കിംഗ് സ്ഥലത്താണെങ്കിൽ അവിടെ. അതുപോലെ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് സർവീസിൽ കയറിയ എടുത്തിട്ട് പെരുമാറണം അവനൊക്കെ. സാറ് സമാധാനമായിരിക്കും. പ്രിയങ്ക നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കോടതിയിൽ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചൊരു ഇറങ്ങണം സാറേ. 1ഉം 2ഉം അല്ല, കുറെ എണ്ണത്തിനെ തീർക്കണം. എടോ, തനിക്കും തന്റെ അച്ഛനും വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചോളണം. എന്തിനാണെന്നറിയോ? തന്റെ അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ഇതിന്റെയൊക്കെ കണക്ക് തൂക്കി നോക്കി എന്റെ അക്കൗണ്ടിൽ പണമിടാൻ. മനസ്സിലായോ നിനക്ക്? എന്റെ പൊന്നു സാറേ, കണിമംഗലം പിടിച്ചടക്കാൻ വേണ്ടിയാ ഞാനും എന്റെ അച്ഛനും കഷ്ടപ്പെടുന്നത്. അതൊന്ന് കയ്യിൽ കിട്ടിയ ഒരു വശത്തിരുന്ന് സാറ് കയറി അങ്ങ് മുടിപ്പിച്ചോ. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല സാറേ. ഞങ്ങൾക്കൊരു ഗ്രഹണ സമയം ഉണ്ടായിരുന്നു സർ. അത് തീരാൻ പോവാ. പിന്നെ രാജയോഗമാണ്. രാജയോഗം. എടാ ചതിയാ.